ലിങ്ക്ഡിനിൽ ഒരു അടിപൊളി പ്രൊഫൈൽ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഡേറ്റ എല്ലാം കളക്ട് ചെയ്ത് ChatGPT നോക്കി കുറേ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ഒത്തിരി നാളായി. പക്ഷേ ഇതുവരെ എനിക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ തൽക്കാലം ഒരു ജോലി ഉണ്ടല്ലോ, അപ്പോൾ അത്ര വലിയ എമർജൻസി ഒന്നുമല്ല. ഇനിയിപ്പോൾ എപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചാലും അതെടുത്ത് നോക്കും. അത് കഴിയുമ്പോൾ തോന്നും ഓക്കെ യൂട്യൂബിൽ നോക്കി എങ്ങനെ ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാക്കാൻ നോക്കാം, കുറച്ച് ട്യൂട്ടോറിയൽ നോക്കും. അത് കഴിയുമ്പോൾ ടോപ്പിക്കൊക്കെ വിട്ടുപോയി വേറെ എന്തൊക്കെയോ സ്ക്രോൾ ചെയ്യും. പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ പോകും, അപ്പോൾ ആരെങ്കിലും മെസ്സേജ് അയക്കും. ഇങ്ങനെയെല്ലാം പോയി ഒരു 3-4 മണിക്കൂർ കഴിയും. അപ്പോഴേക്കും സമയം പോകും, എനിക്ക് ബോറടിക്കും, ചെയ്യാറില്ല. നിങ്ങളും ഇതേപോലെയൊക്കെ തന്നെയാണോ? എന്തെങ്കിലും ചെയ്യണം എന്ന് പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ട് ഒന്നും അങ്ങോട്ട് ചെയ്ത് തീരാത്തൊരവസ്ഥ? പ്രോക്രാസ്റ്റിനേഷൻ, അതാണ് ഇംഗ്ലീഷുകാർ ഇതിന് കൊടുത്തിട്ടുള്ളൊരു വാക്ക്. നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. എന്താണ് പ്രോക്രാസ്റ്റിനേഷൻ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഇത് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്, കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സിലൂടെ ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നതിനെ കുറിച്ച് ആണ് ഇന്നത്തെ ഈ വീഡിയോ. പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ മടിയാണോ? എല്ലാവരും പറയും മടിയാണെന്ന്. ഞാനും ഇപ്പോൾ പറഞ്ഞു എനിക്ക് മടിയാണെന്ന്. പക്ഷെ അത് ശരിക്കും ഒരു മടിയല്ല, നമുക്കതിൻ്റെ ഒരു സൈക്കോളജിക്കൽ റെസ്പോൺസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ പിന്നത്തേക്ക് മാറ്റി വെക്കുന്നതിന് പല കാര്യങ്ങളുണ്ടാവും അല്ലേ. ചിലപ്പോൾ നമുക്ക് ഫിയർ ഓഫ് ഫെയിലിയർ ആയിരിക്കാം. അപ്പോൾ നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്കൊരു ഇമെയിൽ അയക്കണം, അത് ശരിയായില്ലെങ്കിലോ തെറ്റായി പോയാലോ എന്നുള്ള പേടി കാരണം നമ്മൾ ചിലപ്പോൾ ചെയ്യാതിരിക്കും. നമ്മുടെ ബ്രെയിനിന് ചിലപ്പോൾ ആ ഒരു ഫെയിലിയർ എടുക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. അപ്പോൾ അത് അങ്ങ് അവോയ്ഡ് ചെയ്യും. അതിനേക്കാൾ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് പോകും. അതിനെ ഇങ്ങനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യും. ഈ ഒരു ഡിസ്കംഫർട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെയിൻ ചെയ്യുന്ന ഒരു ട്രിക്കാണ് ചില സമയത്ത് പ്രോക്രാസ്റ്റിനേഷൻ. അല്ലാന്നുണ്ടെങ്കിൽ പെർഫെക്ഷനിസം കൊണ്ടാവാം. ചില ആളുകളുണ്ട് എല്ലാ കാര്യവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ അവർ പെർഫെക്റ്റ് ടൈമിൽ ഇത് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നവർ. ഞാൻ ചെയ്യുന്നത് അത്രയും പെർഫെക്റ്റ് അല്ലെങ്കിൽ ഞാനൊരു തോൽവിയാണെന്ന് വിചാരിക്കുന്നവർ. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്താലും കറക്ഷന് മാർഗ്ഗങ്ങളുണ്ട് പിന്നീട്. പക്ഷേ നമ്മൾ ഒരിക്കലും ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അത് സ്റ്റാർട്ട് ചെയ്യത്തുമില്ല. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ 5 മണിക്ക് പഠിക്കാൻ തുടങ്ങാം, അപ്പോൾ ഒരു 5:05 ഇനി പറ്റില്ല, ഇനിയിപ്പോൾ 6 മണിക്കേ പഠിക്കാൻ തുടങ്ങുള്ളൂ. അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ 5:05 തന്നെ തുടങ്ങിയിട്ട് വേണമെങ്കിൽ ആ ഒരു 20 മിനിറ്റ് പഠിക്കുന്നത് ഒരു 5:25 വരെ ചെയ്താലും മതി, അല്ലെങ്കിൽ അരമണിക്കൂർ അവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്താലും മതി അല്ലേ. അല്ലെങ്കിൽ ന്യൂ ഇയറിന് റെസൊല്യൂഷനായിട്ട് ജിമ്മിൽ ചേരാമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന് വേണ്ട 1-ാം തീയതി മുതൽ, അല്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ, ഇങ്ങനെ പറഞ്ഞ് ആ ഒരു ഡേറ്റ് പോയാൽ പിന്നെ വിട്ട് കളയുന്നവർ, ആ ഒരു പെർഫെക്റ്റ് മൊമെൻറ്റിന് വേണ്ടി കാത്തിരിക്കുന്നവർ. പെർഫെക്റ്റ് മൊമെൻറ്റ് എന്നൊന്നില്ല എന്നുള്ളതാണ് സത്യം അല്ലേ. അപ്പം നമ്മൾ അതിനുവേണ്ടി കാത്തിരുന്നാൽ ചിലപ്പോൾ ഒരിക്കലും ഇത് നടന്നെന്ന് വരില്ല. പിന്നെയുള്ള കാര്യമാണ് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാം, ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അതാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അത് നമുക്ക് ഭയങ്കര സന്തോഷം തരും. അപ്പോഴേക്കും ഈ ലോങ് ടേം ബെനിഫിറ്റ് അല്ലേ ഇത് വരുന്നുള്ളൂ. അത് നമ്മുടെ ബ്രെയിൻ അത്രയ്ക്ക് ഇഷ്ടമായിരിക്കില്ല. പെട്ടെന്ന് കിട്ടുന്ന സന്തോഷങ്ങളാണ് ബ്രെയിന് താല്പര്യം. അപ്പോൾ അത് നമ്മൾ ട്രെയിൻ ചെയ്യുന്നു. അത് ഫീഡ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷന് പുറകെ പോകും. അതൊരു മെയിൻ റീസണാണ് പ്രോക്രാസ്റ്റിനേഷന് വേണ്ടിയിട്ട്. പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ടി വിയിൽ എന്തെങ്കിലും കാണുന്നു, അല്ലെങ്കിൽ മെസ്സേജ് കാണുന്നു, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ, കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ കാണുമ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ പോകുന്നത് അതുകൊണ്ടാണ്. പിന്നെയുള്ളൊരു മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓവർവെൽംഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. അതായത് നമുക്കിപ്പോൾ റൂം ക്ലീൻ ചെയ്യണം, അപ്പോൾ വീട് മൊത്തം അലങ്കോലമായിട്ട് കിടക്കുകയാണ്, അപ്പോൾ എവിടെ നിന്നാ തുടങ്ങേണ്ടതെന്ന് അറിയില്ല. അല്ലെങ്കിൽ നമുക്ക് ജോലിക്ക് കുറേ കാര്യങ്ങളുണ്ട്, അപ്പോൾ എന്താ ചെയ്യേണ്ടത്, എവിടെ നിന്നാ തുടങ്ങേണ്ടതെന്ന് അറിയില്ല. ബെറ്റർ അത് ചെയ്യാതെ അങ്ങ് അവോയ്ഡ് ചെയ്യുന്നതാണ് അല്ലേ. അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും കുറേ കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ. അതിനേക്കാൾ നല്ലത് നമ്മളത് എസ്കേപ്പ് ചെയ്യാൻ നോക്കും. അങ്ങനെ വരുമ്പോഴും നമ്മൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യും. പക്ഷേ ഇത് തീരുന്നുണ്ടോ? ഇല്ല. മടിയൻ മല ചുമക്കും എന്നാണ് പറയുന്നത് അല്ലേ. മടിയനല്ല എങ്കിലും ഇതെല്ലാം കൂട്ടിവെച്ച് അവസാനം അതൊരു വലിയ മലയായിട്ട് ഇരിക്കത്തേ ഉള്ളൂ. നമ്മളത് ഡീൽ ചെയ്യാൻ പഠിക്കണം അല്ലേ. എങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നത്? അതാണ് അടുത്തത്. ഈ പണിയെല്ലാം കൂടി വരുമ്പോൾ നമുക്കിത് ഒത്തിരി സ്ട്രെസ്സ് തരും, ആങ്സൈറ്റി തരും. നമുക്ക് തന്നെ തോന്നും നമ്മൾ ഒന്നിനും കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മടി എൻ്റെ തെറ്റുകൊണ്ടാണല്ലോ എന്നൊരു തോന്നൽ നമുക്ക് വരാൻ തുടങ്ങും. അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ വല്ലാണ്ട് ബാധിക്കും അല്ലേ. ചിലപ്പോൾ നമുക്ക് ജോലിയിലായിരിക്കാം അങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. നമ്മൾ ജോലിയിൽ ഒരിക്കലും ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ റെസ്യൂമെ അപ്ഡേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, നമുക്ക് ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് വരത്തില്ല. അല്ല നമ്മളൊരു പുതിയ കാര്യം പഠിക്കാമെന്ന് പറഞ്ഞ് കാത്തിരുന്നിരുന്ന് അത് ചെയ്യാതെ പോകും. അവസാനം നമുക്ക് ആ ഒരു അവസരം നഷ്ടപ്പെട്ടു പോകും. നമ്മൾ ഒരിക്കലും ആ ഒരു സ്ഥലത്ത് നിന്ന് മുന്നോട്ട് നീങ്ങുന്നില്ല. ചിലപ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫിലും ഇതിൻ്റെ ഇമ്പാക്റ്റ് വരും. ചില ആളുകൾ ജോലിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പേഴ്സണൽ ലൈഫ് പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ച് മാറ്റി പോകും. അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറിനെയോ പേരൻസിനെയോ കോൾ ചെയ്യുന്നത് പോലും നമ്മൾ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് വരുമ്പോൾ ബന്ധങ്ങൾക്കിടയിൽ വിള്ളൽ വീഴും അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റി വെച്ച് ചിലപ്പോൾ ഒരിക്കലും പറ്റാത്തൊരവസ്ഥയാവും. ചിലപ്പോൾ നമ്മളുടെ എൽഡർലി ആയിട്ടുള്ള ആൾക്കാരെ വിളിക്കില്ല, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരാളെ കാണണം എന്ന് വിചാരിച്ചിട്ട് ചെയ്തില്ല. പിന്നീട് ചിലപ്പോൾ നമുക്കൊരു അവസരം കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ അവർ വേറെ സ്ഥലത്തേക്ക് മാറിപ്പോയിട്ടുണ്ടാവാം. അതാണ് പ്രോക്രാസ്റ്റിനേഷൻ നമ്മുടെ പേഴ്സണൽ ലൈഫിനെയും കരിയറിനെയും നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെയൊക്കെ ഇമ്പാക്ട് ചെയ്യുന്ന രീതികൾ. എനിക്കറിയാം ആർക്കും പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇഷ്ടമൊന്നുമല്ല.
ഒന്നുമല്ല. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇതിൽ നിന്ന് എങ്ങനെയാണ് പുറത്ത് വരുന്നത്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ? അതേ, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എങ്ങനെയാണ് പുറത്ത് വരുന്നത്? എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളത് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ വലിയ സ്ഥലങ്ങളിൽ എത്തിയിട്ടുള്ള ആൾക്കാർ ഇതിനെല്ലാം ഓവർകം ചെയ്തവരായിരിക്കും അല്ലേ? അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഒരു ഈസി ആയിട്ടുള്ള ടെക്നിക് എന്ന് പറഞ്ഞാൽ 5 minute റൂൾ. അതായത് എന്ത് കാര്യമാണെങ്കിലും ജസ്റ്റ് ഒരു 5 minutes ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലീൻ ചെയ്യണം, ഒരു 5 minutes ക്ലീൻ ചെയ്യാം എന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു കോർണർ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആ 5 minute ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ആ ഒരു 5 minute കിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാമിൽ നോക്കുവാണെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയാൽ ഒരു 5 minutes ചെയ്താൽ ഇത്രയും ചെയ്തു എന്നാൽ പിന്നെ കുറച്ചുകൂടെ ചെയ്യാം. അല്ലെങ്കിൽ എന്താണെങ്കിലും നമ്മൾ ആ ഒരു 5 minute റൂൾ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു 5 minutes നമ്മൾ ഒന്ന് ഫോഴ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്യാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ടൈം ബ്ലോക്കിംഗ് ആണ്. അതായത് നമ്മളിപ്പോൾ വിചാരിക്കുവാണ് ഓക്കെ ഞാൻ പിന്നെ പഠിക്കാം, അല്ലെങ്കിൽ ഞാനത് പിന്നെ വായിക്കാം, അല്ലെങ്കിൽ പിന്നെ അയക്കാം. അങ്ങനെ ഒരു പിന്നെ വെക്കാതെ ഒരു ടൈം ഇടുക. അതായത് ഇന്ന് 8 മണിക്ക് ഒരു 20 minute ഇതിനു വേണ്ടിയാണ് അലാം വെക്കുക. ആ സമയം അടിക്കുമ്പോഴേക്കും അതങ്ങ് ചെയ്യുക. ഒരു സ്പെസിഫിക് ടൈം സ്ലോട്ട് അതിനു വേണ്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെയെന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയില്ല എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നമുക്ക് സമയം കിട്ടുന്നില്ലല്ലോ, അതാണല്ലോ നമ്മുടെ പ്രശ്നം. അപ്പോൾ അങ്ങനെ ഒരു സ്പെസിഫിക് ടൈം അതിന് കൊടുത്ത് അലാംസ് ഒക്കെ വെക്കാൻ നോക്കുക. ഡോപാമിൻ ആൻഡ് മോട്ടിവേഷൻ അല്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു റിവാർഡ് കിട്ടുമ്പോൾ ഡോപാമിൻ സെക്രീഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കൂടുതൽ മോട്ടിവേഷൻ ഉണ്ടാകും അത് ചെയ്യാൻ വേണ്ടി. എങ്ങനെയാണ് നമ്മൾ തന്നെ അത് കൊടുക്കുന്നത്? ഇപ്പോൾ ഈ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ അല്ലാതെ നമ്മൾ തന്നെ നമ്മളെ റിവാർഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്യുക. ചിലപ്പോൾ ഒരു വാക്കിന് പോവുക, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കി കഴിക്കുക, അല്ലെങ്കിൽ ഒരു കോഫി കൊടുക്കുക നമുക്ക് തന്നെ, അങ്ങനെ എന്തെങ്കിലും. അല്ലെങ്കിൽ നമ്മളോട് തന്നെ പറയുക യു ഡിഡ് ഇറ്റ് ഗുഡ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇത് നോട്ട്സ് ചെയ്ത് വെക്കാം അല്ലേ, ഈ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുള്ളതാണ് എന്ന രീതിയിലൊരു പ്ലാനർ പോലെ എഴുതി വെക്കാം. എന്നിട്ട് അത് ചെയ്ത് കഴിയുവാണെങ്കിൽ അവിടെ ഒരു സ്റ്റാറോ ഒരു ടിക്കോ ഒക്കെ ഇടുവാണെങ്കിൽ അതുകൂടെ നമുക്ക് ഡോപാമിൻ സെക്രീഷൻ തരും. അതുകൊണ്ടാണ് ഈ പണ്ട് ടീച്ചേഴ്സൊക്കെ നമുക്ക് സ്റ്റാറൊക്കെ തരുമ്പോൾ നമുക്ക് പിന്നെയും ചെയ്യാൻ തോന്നുന്നത്. അങ്ങനെ നമുക്ക് തന്നെ നമുക്ക് ഡോപാമിൻ കൊടുക്കാൻ പറ്റും. അങ്ങനെ അതാണ് പ്ലാനേഴ്സിൻ്റെ ഒക്കെ ഒരു ഹെൽപ്പ് എന്ന് പറയുന്നത്. അവിടെ അത് ചെയ്യുമ്പോൾ ഓക്കെ യു ഡിഡ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഗെയിം ഒക്കെ കളിക്കുമ്പോൾ യു സ്കോർ ദിസ് മച്ച് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടില്ലേ? അതങ്ങനെയാണ്. അങ്ങനെ നമ്മൾ തന്നെ നമുക്ക് ഡോപാമിൻ കൊടുത്ത് മോട്ടിവേഷൻ കൂട്ടാൻ പറ്റും. പിന്നെ മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ ടാസ്ക് ആകുമ്പോഴാണ് നമ്മൾ ഭയങ്കര ഇൻറ്റിമിഡേറ്റഡ് ആവുന്നത്. അപ്പോൾ അത് കുഞ്ഞു കുഞ്ഞു ടാസ്ക് ആക്കുക, എന്നിട്ട് കൊച്ചു കൊച്ചു ഗോൾസ് ആക്കുക. ഇപ്പോൾ നമുക്കൊരു ഹോൾ പ്രസൻറ്റേഷൻ ഉണ്ടാക്കണം, അപ്പോൾ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഇൻസ്റ്റെഡ് ഒരു സ്ലൈഡ് എന്ന് മാത്രം വിചാരിക്കുക. അങ്ങനെ ആകുമ്പോൾ ആ ഒരു സ്ലൈഡ് ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്കൊരു ഫീലിംഗ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ് ഉണ്ടാവും അല്ലേ? അത് നമുക്ക് കുറച്ചുകൂടെ മോട്ടിവേഷൻ തരും. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്നാൽ ഇനി ഒരു സ്ലൈഡും കൂടെ ഉണ്ടാക്കാം. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വലിയതായിട്ട് കാര്യങ്ങൾ കാണാതെ കുഞ്ഞായിട്ട് കാര്യങ്ങൾ കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞു ഗോൾസ് ഉണ്ടാക്കി അതിനെ ഡീൽ ചെയ്യാൻ നോക്കുക. ഇതിൻ്റെയൊക്കെ ഒരു ബിഗ്ഗർ പിക്ചർ എന്താണ്? നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഹാബിറ്റ്സ് ആണ് നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയെ ഡിറ്റർമൈൻ ചെയ്യുന്നത് അല്ലേ? നമ്മളിപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മളിങ്ങനെ മാറ്റി വെച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ നമ്മുടെ ലൈഫിലും നമ്മൾ കുറേ പുറകോട്ടായി പോകും. നമുക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാകും. നമ്മൾ പുതിയൊരു സ്കില്ല് ലേൺ ചെയ്യാത്തത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യണം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാത്തത്. ഇപ്പോൾ നമ്മളിപ്പോൾ AI കുറിച്ച് പഠിക്കണം എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ പഠിച്ചില്ലെങ്കിൽ പിന്നീട് നമ്മളിത് പഠിക്കാൻ വേണ്ടി പിന്നെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഒരു 5 വർഷം കഴിയുമ്പോഴേക്കും AI ഒക്കെ ചരിത്രമായി മാറിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ വേറെ കാര്യങ്ങളായിരിക്കും. അപ്പോൾ അത് പഠിക്കണമെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് തുടങ്ങേണ്ടി വരും. അത് നമ്മൾ പിന്നോട്ടായി പോകും. നമ്മൾ എപ്പോഴും വിചാരിക്കും റെസ്റ്റ് വേണം, നമ്മളുടെ പ്രൊഡക്ടിവിറ്റി നമ്മൾ കുറച്ച് പുറകോട്ടാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കുന്ന പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടെ കൂട്ടുന്നത്. നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ എന്തിലാണ് നമ്മുടെ സമയവും നമ്മുടെ ചിന്തയും ഒക്കെ സ്പെൻഡ് ചെയ്യുന്നതെന്ന് ചിന്തിച്ച് സ്പെൻഡ് ചെയ്യാൻ നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാകും. നമുക്ക് തന്നെ മനസ്സിലാവില്ല ഇതിൽ ഏതാണ് എൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഏതാണ് എനിക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ ലൈഫിലും ഇത് നമ്മളെ ബുദ്ധിമുട്ടിക്കും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി കണ്ടൻറ്റ് നമുക്ക് വരും, യൂട്യൂബിൽ ഒത്തിരി കണ്ടൻറ്റ് വരും. ഇതിലൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നോക്കുക, നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓഫ് ചെയ്ത് വെക്കുക. എല്ലാ ആപ്സും എപ്പോഴും നമ്മൾ എല്ലാത്തിനും റെസ്പോൺസ് കൊടുക്കണം എന്ന് ആവശ്യമില്ല. നമുക്കൊരു ഫിക്സഡ് ടൈം കൊടുക്കുക, ഈ ഒരു സമയത്ത് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. അലാംസ് വെക്കുക, നോട്ട്സ് എഴുതി വെക്കുക, അല്ലെങ്കിൽ പ്ലാനേഴ്സ് ഉണ്ടാക്കി വെക്കുക. ഇതൊക്കെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കൂടെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആകുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ സന്തോഷവും നമ്മുടെ ഒരു മെൻ്റൽ വെൽബീങ് കൂടെ ബെറ്റർ ആകും. ഇപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് എന്തെങ്കിലും ഒരു ബുക്ക് വായിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ, പക്ഷേ ഡെയിലി ഒരു 10 മിനിറ്റ് വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഹോൾ ഇയർ ഒരു 10 ബുക്സൊക്കെ വായിക്കാൻ പറ്റും. ഞാൻ ഈ റെസൊല്യൂഷൻസിൻ്റെ ഒരു വീഡിയോ ഈ ഇയർ തുടങ്ങിയപ്പോൾ ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ
ജേണൽ എഴുതുന്ന കാര്യം പറഞ്ഞായിരുന്നു, ദിവസം ഒരു പേജെങ്കിലും എഴുതാന്നൊക്കെ. എന്നിട്ട് എനിക്ക് തന്നെ മടിയായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞതല്ലേ, അപ്പം ഞാൻ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ട് എനിക്ക് എഴുതാൻ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എന്നിട്ട് കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോളിൽ പോയപ്പോൾ അവിടെ ഒരു കുട്ടി ഇതേപോലെ ജേണലൊക്കെ എഴുതാൻ പറ്റുന്ന ബുക്ക്സ് സെല് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ 2 വാങ്ങി വെച്ചിട്ടുണ്ട്, എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, എനിക്കും ഇങ്ങനെ തന്നെയായിരുന്നു, പക്ഷേ ഞാൻ ഓരോ പേജ് വെച്ച് ഇങ്ങനെ ഓരോ ലൈൻസ് വെച്ച് എഴുതാൻ തുടങ്ങി, അപ്പോൾ ശരിയായെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനന്ന് വന്നിട്ട് ഒരു ലൈൻ എഴുതി. അപ്പോൾ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം, എനിക്ക് എഴുതാൻ തുടങ്ങി എനിക്ക് കുറേ എഴുതണം, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് മടിയാവും. അപ്പോൾ ഞാൻ എന്നിട്ട് ഓരോ ലൈൻ വെച്ചിട്ട് എഴുതാൻ തുടങ്ങി. ഇപ്പം ഞാൻ എന്നും എഴുതുന്നുണ്ട്. സോ അങ്ങനെയാണ് നമ്മളുടെ ഒരു മോട്ടിവേഷൻ വരുന്നത്. ഒന്നും വേണ്ട, കുഞ്ഞൊരു സ്റ്റെപ്പ്, ഒരു ചെറിയൊരു സ്റ്റെപ്പ്, അത് നമുക്ക് സന്തോഷം തരും. അപ്പോൾ നമ്മൾ വീണ്ടും അത് ചെയ്യാൻ തൽപരരാകും. അപ്പോൾ നമ്മൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ, നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്. നമുക്കതിനെ ഒരു കുറ്റമായിട്ടോ മടിയായിട്ടോ ഒന്നും ലേബിൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണോ അതോ അത് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ള കാര്യമാണ്. നിങ്ങൾ എന്ത് കാര്യമാണ് ഏറ്റവും കൂടുതൽ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാറുള്ളത്? അത് നിങ്ങൾ കമൻ്റായിട്ട് ഇവിടെ എഴുതൂ, നമുക്ക് അത് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. അതേപോലെ തന്നെ സെയിം കാര്യങ്ങൾ മാറ്റിവെക്കുന്ന ആൾക്കാർക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അവരും മുന്നോട്ട് വരും, ഡിസ്കസ് ചെയ്യാം, നമുക്ക് അതിനെന്ത് ചെയ്യാം, ടെക്നിക്സ് എന്ത് യൂസ് ചെയ്യാമെന്നൊക്കെ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആ ഒരു പെർഫെക്റ്റ് മൊമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക, ഇന്ന് തന്നെ തുടങ്ങുക, നാളത്തേക്കൊന്നും വെക്കാതിരിക്കുക, കുഞ്ഞായിട്ട് തുടങ്ങുക, വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. സ്റ്റാർട്ട് സ്മോൾ ആൻഡ് സിമ്പിൾ. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.